وبركاته. إن الحمد لله الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം വളരെ കൃത്യവും വ്യക്തവുമായ നിയമ സംഹിതകളുടെ കലവറയാണ്. പ്രത്യേകിച്ചൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും തുടങ്ങി അവൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അക്കൂട്ടത്തിൽ ഒന്നാണ് നമ്മുടെ അയൽക്കാരുമായി ബന്ധപ്പെട്ട വിഷയം. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ, പ്രദേശത്ത്, നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന ആ അയൽക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണം, അവനോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നാം ഒന്ന് വായിച്ചു നോക്കിയാൽ ആ വിഷയത്തിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അയൽപക്ക ബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചുമൊക്കെ അവരോടുള്ള ബാധ്യതകളെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഓതിവച്ച സൂറത്തു നിസായിലെ 36-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനോടുള്ള ബാധ്യത നിർവഹണത്തോടൊപ്പമാണ് ഇപ്പറഞ്ഞ അയൽവാസികളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ അല്ലാഹു സംസാരിക്കുന്നത്. അല്ലാഹുവിന്റെ വാചകം ഇങ്ങനെയാണ്: വഅബ്ദുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. ഒന്നാമത്തെ നിർദ്ദേശം അതാണ്. ജീവിതത്തിൽ തൗഹീദുള്ളവരാവണം. ഒരു കാരണവശാലും പടച്ച റബ്ബിൽ പങ്കു ചേർക്കുന്ന, അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിലും ഒരു വിശ്വാസി
ഒരു മുസ്ലിം ചെന്ന് ചേരാൻ പാടില്ല എന്നതാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വ്യക്തിബന്ധങ്ങളെ കുറിച്ച്, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറണം, ഏറ്റവും നല്ല രൂപത്തിൽ ഉമ്മയോട് ഉപ്പയോട് പെരുമാറണം. വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ, ബന്ധുക്കളോടും അതുപോലെ തന്നെ യതീമിനോടും മിസ്കീനിനോടും ഇവരോടൊക്കെ ഏറ്റവും നന്നായി പെരുമാറണമെന്നാണ്. ഏറ്റവും നല്ല ഒരു ബന്ധം അവരോട് കാത്തു സൂക്ഷിക്കണം. നമുക്ക് ആ ജനലൊന്ന് അടച്ചിടല്ലേ, ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പറയപ്പെട്ട ആളുകളോടൊക്കെ ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ വാചകം വൽജാരിദിൽ ഖുർബാ വൽജാരിൽ ജുനുബ്, കുടുംബ ബന്ധമുള്ള അയൽക്കാരോടും അതുപോലെ തന്നെ സാധാരണ അയൽക്കാരോടും. നോക്കൂ നിങ്ങൾ, അടുത്ത അയൽവാസിയോടും അകന്ന അയൽവാസിയോടും എന്നാ പറഞ്ഞത്. വൽജാരിദിൽ ഖുർബാ വൽജാരിൽ ജുനുബ്, ഏറ്റവും അടുത്ത അയൽവാസിയോട് അകന്ന അയൽവാസിയോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം എന്നിങ്ങനെ പറഞ്ഞ ആയത്ത് ഇങ്ങനെ പോവുകയാണ്. നോക്കൂ നിങ്ങൾ, അവിടെ കുടുംബ ബന്ധമുള്ള അയൽവാസി എന്നതാണ് അടുത്ത അയൽവാസി വൽജാരിദിൽ ഖുർബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വൽജാരിൽ ജുനുബ്, അകന്ന അയൽവാസി എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധമില്ലാത്ത അയൽവാസി എന്നാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിയായി നാം കാണുന്നത് നമ്മുടെ രക്തബന്ധമോ കുടുംബ ബന്ധമോ ആണെങ്കിൽ അവരോട് ഏറ്റവും നന്നായി പെരുമാറേണ്ടത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് കുടുംബ ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായും മറ്റൊന്ന് അയൽവാസിയോടുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി. രണ്ട് ബാധ്യതയാണ് അവിടെയുള്ളത്. അതേസമയം അകന്ന അയൽവാസിയാണെന്ന് പറഞ്ഞത് ബന്ധമില്ലാത്ത കുടുംബ ബന്ധമില്ലാത്ത അയൽവാസിയാണ്. കുടുംബ ബന്ധമൊന്നുമില്ല, രക്തബന്ധങ്ങളൊന്നുമില്ല, പക്ഷേ അയൽവാസിയോടുള്ള ഒരു ബാധ്യതയുണ്ട്. അവരോട് ഏറ്റവും നന്നായി പെരുമാറണമെന്നാണ് ഇപ്പറഞ്ഞതിന്റെ താല്പര്യം എന്ന് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഹദീസിൽ ധാരാളമുണ്ട് അയൽവാസിയോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തി ജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതമൊക്കെ മതമനുസരിച്ചാകേണ്ടതുണ്ട്. എല്ലാ വിഷയത്തിലും മതം ഇടപെട്ടിട്ടുണ്ട്. എന്തിനാണ് മതം ഇടപെടുന്നത്? ഒരു മനുഷ്യനെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാനാണ്. കാരണം മതം എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമല്ല, അള്ളാഹുവിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് എത്തിക്കപ്പെട്ടതാണ് ഇസ്ലാം. അള്ളാഹുവിങ്കൽ വലിയ പദവി നേടിത്തരാൻ അതിന് കാരണമാക്കുന്ന ഒന്നാണ് അയൽവാസികളോടുള്ള പെരുമാറ്റം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, അള്ളാഹുവിങ്കൽ ഒരാളുടെ ശ്രേഷ്ഠത പരിഗണിക്കുന്നത് അയൽവാസിയോടുള്ള പെരുമാറ്റത്തെ കുറിച്ചായിരിക്കും, അതിനെ പരിഗണിച്ചായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ ജീറാനി ഇൻദല്ലാഹി ഖൈറുഹും ലിജാരിഹി, ഖൈറുൽ ജീറാനി ഇൻദല്ലാഹി ഖൈറുഹും ലിജാരിഹി, തന്റെ അയൽവാസിക്ക് ഗുണം ചെയ്യുന്നവനാണ് അള്ളാഹുവിങ്കൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ. കണ്ടോ നിങ്ങൾ, അയൽവാസിക്ക് നന്മ ചെയ്യാം. മറ്റൊരു ഹദീസിൽ കാണാം, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം ളൈഫഹു, അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബുഖാരിയും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിശ്വാസത്തിന്റെ ഭാഗമാണെന്നാണ്. അവൻ തൊട്ടടുത്ത് താമസിക്കല്ലേ, അതുകൊണ്ട് അല്ല, അതുമാത്രല്ല, മറിച്ച് അയൽവാസിയാണെങ്കിൽ അവനോടുള്ള പെരുമാറ്റവുമൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, അള്ളാഹുവിന്റെ പ്രവാചകൻ സത്യം ചെയ്തുകൊണ്ട് പറയാണ്,
വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അല്ലാഹു തന്നെയാണ് സത്യം. ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഹിബ്ബ ലിജാരിഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്റെ അയൽക്കാരനും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുവരെ നിങ്ങളാരും വിശ്വാസികളാവുകയില്ല. ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. എന്താണ് ഈ പറഞ്ഞത്? നമുക്കൊരു നന്മയുണ്ടെങ്കിൽ അത് അയൽവാസിക്കും കൂടി കിട്ടണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടാവണം. നമ്മളിപ്പോ ഒരു വീട് പണിയുമ്പോൾ അതുപോലത്തെ വീടിന് അയൽവാസി പണിതിട്ടേ നമുക്ക് വീട് പണിയാൻ പറ്റുമെന്നല്ല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. മറിച്ച് നമുക്കൊരു വീട് പണിയുമ്പോൾ അതുപോലത്തെ ഒരു വീട് അവനും ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ഉയർന്ന മാർക്ക് ലഭിക്കുമ്പോൾ അവന്റെ മക്കൾക്കും അങ്ങനെ ലഭിച്ചെങ്കിൽ, നമുക്കൊരു നന്മ ലഭിച്ചാൽ അതെന്റെ കൂട്ടുകാരനും എന്റെ അയൽവാസിക്കും അതുണ്ടായിരുന്നെങ്കിൽ അവൻ പ്രയാസപ്പെടുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. കാരണം ഏറ്റവും അടുത്തവനാണവൻ. ഈ ഒരു ചിന്ത വിശ്വാസിക്കുണ്ടാവണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഇനിയും കാണാൻ കഴിയും, ഒരാള് നല്ലയാളാണോ മോശമാണോ എന്ന് തീരുമാനിക്കാൻ അവന്റെ അയൽവാസിയുടെ സർട്ടിഫിക്കറ്റ് വേണമെന്നാണ്. നമ്മളെ കുറിച്ച് അന്വേഷിക്കേണ്ടത് മറ്റുള്ളവരോടല്ല, നമ്മൾ ഏറ്റവും അടുത്ത് ഇടപഴകുന്നവർ, അതേപോലെ തന്നെ ഏറ്റവും തൊട്ടടുത്ത് താമസിക്കുന്നവർ, അവരോട് നമ്മളെ കുറിച്ച് ചോദിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, കൈഫ ലി അൻ അലമ ഇദാ അഹ്സൻതു വ ഇദാ അസഅതു. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാനൊരു നന്മ ചെയ്തു, അതുപോലെ തന്നെ ഞാനൊരു തിന്മ ചെയ്താൽ അതെങ്ങനെയാണ് എനിക്കറിയാൻ സാധിക്കുക? ഞാൻ ചെയ്ത നന്മയാണോ അല്ല തിന്മയാണോ, അതിനെക്കുറിച്ച് എങ്ങനെ എനിക്കറിയാൻ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഇദാ സമിഅത ജീറാനക യഖൂലൂൻ ഖദ് അഹ്സൻത ഫഖദ് അഹ്സൻത. നീ നന്മ ചെയ്യുന്നത് കാണുമ്പോ നിന്റെ തൊട്ടടുത്തുള്ള അയൽവാസി പറയുകയാണ് നീ ചെയ്തത് നന്മയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഫഖദ് അഹ്സൻത, അത് നന്മ തന്നെയാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അയൽവാസി പറയാണ് കുഴപ്പമൊന്നുമില്ല, അത് നന്മ കേട്ടോ എന്ന് പറഞ്ഞാൽ അത് നന്മ തന്നെയാണ്. എന്നാൽ വഇദാ സമിഅതുഹും യഖൂലൂൻ, അയൽവാസികൾ നിന്നെ കുറിച്ച് പറയുകയാണ് ഖദ് അസഅത ഫഖദ് അസഅത, നീ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നിന്നെക്കുറിച്ച് മോശമായ രൂപത്തിലാണ് അയൽവാസികൾ സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് മോശം തന്നെയാണ്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കണ്ടോ നിങ്ങൾ, നമ്മളെക്കുറിച്ച് ഏതെങ്കിലും ഒരു ആലോചന വരുമ്പോൾ, നമുക്കൊരു ആലോചന വരുന്നതല്ല കേട്ടോ, കുടുംബവുമായി ബന്ധപ്പെട്ട ആലോചന വരുമ്പോൾ ആദ്യം അന്വേഷിക്കണം എന്ത്? നമ്മുടെ വീട്ടിൽ ആരെക്കുറിച്ച്? അയൽവാസിയുടെ വീട്ടിൽ അന്വേഷിക്കണം. അപ്പൊ നമ്മളെ കുറിച്ച് പറയും, ആ കുട്ടിയുടെ വാപ്പ കുഴപ്പമില്ലട്ടോ, ആ കുട്ടിയുടെ ഉമ്മ കുഴപ്പമില്ലട്ടോ, ആ വീട്ടുകാർ കുഴപ്പമില്ലട്ടോ. ആര് പറയണം? അയൽവാസികൾ പറയണം. അയൽവാസികൾ നമ്മെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവൻ നല്ലവനാണെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും സഹോദരങ്ങളെ. ആവർത്തനം ഉള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുൻപൊക്കെ എല്ലാവർക്കും അറിയാം, തൊട്ടടുത്തുള്ള, പണ്ടൊക്കെ നമുക്ക് വേലികൾ പോലും ഉണ്ടായിരുന്നില്ല നമ്മുടെ വീടിന്, അല്ലെ? വേലിക്കെട്ടുകൾ പോലും ഉണ്ടായിരുന്നില്ല. ഒരു നേരം ഒരു പക്ഷെ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചതെങ്കിൽ അപ്പുറത്തു നിന്നായിരിക്കും അടുത്ത നേരം നമ്മൾ ഭക്ഷണം കഴിക്കും, അപ്പുറത്തെ വീട്ടിൽ നിന്നായിരിക്കും. സ്പെഷ്യലൊന്നും വേണ്ട, അവിടെ പോയി കഴിക്കും. അതുപോലെ തന്നെ തിരിച്ചും ഒരു നേരം അവിടെ നിന്ന് കഴിച്ചാൽ ഇവിടെ നിന്ന് രണ്ടാമത്തെ നേരം ഇവിടെ നിന്ന് കഴിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന്. ഉറങ്ങാനും അവിടെയും ഇവിടെയുമായി കഴിച്ചു കൂട്ടിയിരുന്നൊരു കാലുണ്ടായിരുന്നു. അവിടെയും ഇവിടെയുമായി കളിച്ചിരുന്നൊരു കാലുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരങ്ങൾ, തമാശകൾ പറഞ്ഞിരുന്നൊരു കാലുണ്ടായിരുന്നു. ഒരു ദിവസം നേരം വൈകി എഴുന്നേറ്റാൽ എന്തേ നേരം വൈകിയത് എന്ന് ചോദിക്കുന്ന ഒരു കാലുണ്ടായിരുന്നു. ഒരു ദിവസം നേരം വൈകി, വൈകുന്നേരം ലൈറ്റ് ഇടാൻ നേരം വൈകിയാൽ അന്വേഷിച്ചിരുന്ന ഒരു കാലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പോയി. വേലികൾ വന്നു, അതിനും പുറമെ മതിലുകൾ വന്നു. അതൊന്നും വേണ്ടെന്നല്ല, പക്ഷേ അതിനപ്പുറത്തേക്ക് അന്വേഷിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും തൊട്ടപ്പുറത്തുള്ളവനെ കുറിച്ച് അറിയുന്നില്ല പലരും.
അയൽവാസിയെക്കുറിച്ചുള്ള അവരോടുള്ള ബാധ്യതകൾ മനസ്സിലാക്കുന്നില്ല പലരും. എന്തിനേറെ തൊട്ടടുത്തുള്ളവരുമായി വഴക്കുകൾ കൂടുന്നവർ, പിണങ്ങി നടക്കുന്നവർ, മിണ്ടാതിരിക്കുന്നവർ. എന്തേ കാരണം? നിസ്സാരകാര്യ അതിര് തർക്കം. നമ്മൾ പേരിട്ടു അതിന് അതിര് തർക്കം. ഒരൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നതിന് പകരം അത് പെരുപ്പിക്കുകയാണ്, പ്രശ്നമാക്കുകയാണ്, പിന്നത് വലുതാവുകയാണ്. ഒന്ന് മരിച്ചുവെന്ന് കേട്ടാൽ ആത്മാർത്ഥമായി വന്നല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പോലും പറയാൻ കഴിയാത്ത രൂപത്തിലേക്ക് ആ പിണക്കങ്ങൾ വർദ്ധിക്കുകയാണ്. മനസ്സിൽ അതിന്റെ പ്രയാസങ്ങൾ ശക്തമാവുകയാണ്. അങ്ങനെയല്ല. തൊട്ടടുത്തുള്ളവരെ കുറിച്ച് നമ്മൾ അറിയണം. നമ്മളൊന്നിങ്ങനെ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ തൊട്ടടുത്തുള്ളവരെ കുറിച്ച് പലർക്കും അറിയില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ മക്കളെ കുറിച്ച് പലർക്കും അറിയില്ല. ആ വീട്ടിലെ മക്കളുടെ പേരുകൾ അറിയുന്നവർ വളരെ കുറവാണ്, അല്ലേ? തൊട്ടടുത്തുള്ള വീട്ടിലെ മക്കളെ കണ്ടാ പോലും പലർക്കും തിരിച്ചറിയില്ല. അങ്ങനല്ലേ? പണ്ട് അധിക കാലമൊന്നും ആയിട്ടില്ല, നമ്മളൊക്കെ വളർന്നു വരുന്ന കാലത്ത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മളെ കണ്ടാൽ തന്നെ ആ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം. നമുക്കും അറിയാം, അപ്പുറത്തേക്ക ആ പ്രദേശത്തുള്ളവരെ പോലും അറിയാം. പക്ഷേ ഇന്ന് നമ്മളതിന് പറയുന്നുണ്ട് പലരും, നമ്മൾ ഗൾഫിലാണ്, പ്രവാസിയാണ്, ഒക്കെ ശരിയാണ്. എങ്കിലും അയൽവാസികളുമായി ബന്ധപ്പെട്ട ബാധ്യതകളെ കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അവരോടുള്ള ബന്ധം ശക്തമാക്കേണ്ടതിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങി നിൽക്കുന്നവരുണ്ട് അയൽവാസികൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അയൽവാസികൾ അവരാണ് നിന്റെ സ്വർഗവും അവരാണ് നിന്റെ നരകവും. സ്വർഗ നരകങ്ങളെ വേർതിരിക്കുന്നതിൽ അയൽവാസികളോടുള്ള പെരുമാറ്റത്തിൽ വലിയ പങ്കുണ്ട് എന്നർത്ഥം. നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ പോലും, ഇബാദത്തുകൾ പോലും അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്ന വിഷയത്തിൽ വലിയ പങ്കുണ്ടെന്നാണ്. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളുടെ തൊട്ടടുത്തൊരു സ്ത്രീയുണ്ട്. ഒരു സ്ത്രീയെ കുറിച്ചാണ് ചോദിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഇന്ന ഫുലാന, ഞങ്ങളുടെ തൊട്ടടുത്തൊരു സ്ത്രീയുണ്ട് റസൂലേ, യുദ്കറു മിൻ കസറത്തിൻ സ്വലാത്തിഹാ വസദഖതിഹാ വസിയാമിഹാ. അള്ളാഹുവിന്റെ പ്രവാചകരെ, അവൾ ധാരാളമായി നമസ്കരിക്കുന്നവളാണ്, സ്വതക്ക ചെയ്യുന്നവളാണ്, നോമ്പെടുക്കുന്നവളാണ്. ഫർദിന് പുറമെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ധാരാളം എന്നിട്ട് പറയണത്. ഫർദിന് പുറമെ സുന്നത്ത് ധാരാളം നമസ്കരിക്കുന്നവൾ, ഫർദിന് പുറമെ സക്കാത്തിന് പുറമെ സ്വതക്ക ധാരാളം ചെയ്യുന്നവൾ, ഫർദായ നോമ്പുകൾക്ക് പുറമെ ധാരാളമായി സുന്നത്ത് നോമ്പെടുക്കുന്നവൾ. എന്നാൽ റസൂലേ, അവൾക്കൊരു പ്രയാസമുണ്ട്, പ്രശ്നമുണ്ട്. അവളുടെ നാവ് കൊണ്ട് അയൽവാസി അവൾ ദ്രോഹിക്കാറുണ്ട്. നാവിനടക്കി വെക്കാൻ അവൾക്ക് കഴിയൂല. എപ്പോഴും അയൽവാസികൾക്കെതിരെ മോശമായ സംസാരം. നിസ്കരിക്കോ? നല്ല നിസ്കാരമൊക്കെയാണ്, നോമ്പും കുഴപ്പമൊന്നുമില്ല, നല്ല ഇബാദത്തുമാണ്. പക്ഷേ അയൽവാസികളോട് മോശമായി സംസാരിക്കുന്നവളാണ്, മോശമായി പെരുമാറുന്നവളാണെന്ന് പറയുമ്പോ എന്താണ് റസൂലെ അവളെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. നോക്കൂ നിങ്ങൾ, നിസ്കരിച്ചു, നോമ്പെടുത്തു, സക്കാത്ത് കൊടുത്തു, അതിനപ്പുറം അതിന് പുറമെയുള്ള സുന്നത്തായ നമസ്കാരങ്ങളും നോമ്പുകളും സ്വതക്കകളും ഒക്കെ നിർവഹിച്ചു. പക്ഷേ അയൽവാസിയോട് മോശമായിട്ട് സംസാരിച്ചു, പെരുമാറി എന്ന കാരണത്താൽ അവൾ നരകത്തിലാണെന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്ക്. ആ മനുഷ്യൻ വീണ്ടും ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വ ഇന്ന ഫുലാന, അല്ലാഹുവിന്റെ പ്രവാചകരെ, മറ്റൊരു സ്ത്രീയുണ്ട്. എന്നിട്ട് അവളെ കുറിച്ച് പറയുന്നു, യുദ്കറു മിൻ ഖില്ലത്തിൻ സിയാമിഹാ വസദഖതിഹാ വസ്വലാത്തിഹാ വഇന്നഹാ തതസദ്ദഖു ബിൽഅസ്വാരി മിനൽ അഖ്തി വലാ തുഅദി ജീറാനഹാ ബിലിസാനിഹാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ സ്ത്രീയുടെ പ്രത്യേകത, അവൾ ഫർളിന് പുറമെ വലിയ സുന്നത്തുകളൊന്നും എടുക്കാറില്ല. സാധാരണ ഫർളായ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും, സുന്നത്തൊക്കെ
പറ്റിയാലൊക്കെ ചെയ്യാറുണ്ട്, മറ്റുള്ള പോലെ ധാരാളമായിട്ടൊന്നും ചെയ്യാറില്ല. പക്ഷേ അവളുടെ പ്രത്യേകത വലാ തുഅ്ദി ജീറാനഹാ ബിലിസാനിഹാ, അവളുടെ നാവ് കൊണ്ട് ആരെയും അവൾ ഉപദ്രവിക്കൂല, പ്രത്യേകിച്ച് അയൽവാസികളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിലാണ്. നോക്കൂ നിങ്ങൾ, സ്വർഗ നരകങ്ങളെ വേർതിരിക്കുന്ന വിഷയത്തിൽ ഈ അയൽവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കാണാൻ വിശ്വാസികൾക്ക് കഴിയണം. ആ ഒരു പുഞ്ചിരി അവരെ കാണുമ്പോൾ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രവാചകരെ അയൽവാസികളോടുള്ള ബാധ്യത? പ്രവാചകൻ എണ്ണിപ്പറയുന്ന സുദീർഘമായ ഹദീസുകളുണ്ട്. അവരെ കണ്ടാലൊന്ന് പുഞ്ചിരിക്കാം, അവരോട് സലാം പറയണം എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഹദീസുകൾ. മറ്റൊരു ഹദീസിൽ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫലാ യുഅ്ദി ജാറഹു, അവൻ അവന്റെ അയൽവാസിയെ ദ്രോഹിക്കരുത്. നമ്മുടെ കൈകളാൽ, നമ്മുടെ നാവിനാൽ, നമ്മുടെ പ്രവർത്തനങ്ങളാൽ അയൽവാസിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നർത്ഥം. അയൽവാസി നമ്മളെക്കുറിച്ച്, സഹോദരങ്ങളെ, നിർഭയനായിരിക്കണം. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത ഉണ്ടാവണം, എൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി, എൻ്റെ ഏതെങ്കിലും ഒരു സംസാരം, പെരുമാറ്റം അവർക്ക് ഒരു പ്രയാസം ഉണ്ടാവരുത്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരുപാട് കഥകളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ കഥകളായി വന്ന ധാരാളം സംഭവങ്ങളുണ്ട്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീട്ടിൽ ധാരാളം എലികൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ എലികൾ ഉണ്ടായപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു ഗസ്സാലി ഇമാമിനോട്, നിങ്ങൾക്കൊരു പൂച്ചയെ വളർത്തിക്കൂടെ? അപ്പൊ ഈ എലിയൊക്കെ പൂച്ച പിടിക്കുമല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ്, പൂച്ചയെ കൊണ്ടുവന്നാൽ എലിയൊക്കെ പിടിക്കും, എനിക്കറിയാം. പക്ഷേ പൂച്ച വന്നാൽ ഇവിടെയുള്ള എലികൾ പേടിച്ചടുത്ത വീട്ടിലേക്ക് പോയാൽ അത് അവർക്കൊരു പ്രയാസാവൂലേന്നാ. പൂച്ച വന്നാൽ ഈ വീട്ടിലെ എലികൾ പൂച്ചയെ പേടിച്ച് അപ്പുറത്തെ വീട്ടിലേക്ക് പോകും, അപ്പൊ അവർക്കൊരു പ്രയാസാകൂലേ എന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മളൊരു വേസ്റ്റ് കളയുമ്പോൾ പോലും ശ്രദ്ധിക്കണം. നമ്മുടെ അതിരിലാവും ആ വേസ്റ്റ് കൊണ്ടിടുന്നത്. പക്ഷേ തൊട്ടപ്പുറത്ത് അയൽവാസിയുണ്ടെങ്കിൽ, അതവർക്ക് പ്രയാസമാകുമെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്നതാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മഹുല്ലാഹ് ഒരു താബിഈ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം വായിക്കാൻ കഴിയും. അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ജൂതനായ ഒരു അയൽക്കാരൻ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മഹുല്ലാഹ് ഒരു താബിഈ പണ്ഡിതനാണ്. ഒരു ജൂതനായ അയൽവാസി ഉണ്ടായിരുന്നു. അങ്ങനെ ജൂതന്റെ വീട് വിൽപ്പനക്ക് വെച്ചു. വിൽപ്പനക്ക് വെച്ചപ്പോൾ ആളുകൾ വാങ്ങാൻ വന്നു. വില പറഞ്ഞു, 2000 റിയാൽ പറഞ്ഞു. അപ്പൊ വാങ്ങാൻ വന്നവർ ചോദിച്ചു, നല്ല 1000 റിയാലല്ലേ മാർക്കറ്റ് വില ഉള്ളൂ, നിങ്ങൾ എന്തിനാ 1000 റിയാൽ കൂട്ടി പറഞ്ഞു എന്ന് ചോദിച്ചു എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ വീടിനോടൊപ്പം നല്ലൊരു അയൽവാസി, ജൂതനാണ് ഈ പറയണത്, ജൂതനാണ് ഈ പറയുന്നത്, ഞാൻ എൻ്റെ വീടിനോടൊപ്പം നല്ലൊരു അയൽവാസിയെ കൂടിയാണ് നിങ്ങൾക്ക് നൽകുന്നത്, ആ അയൽവാസിക്കുള്ള വില കൂടിയാണ് എന്ന്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എനിക്ക് ഇവിടുന്ന് പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, ജൂതന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് അങ്ങനെ വായിക്കാം. എനിക്ക് ഇവിടുന്ന് പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, ഒരു പക്ഷേ പൈസക്ക് ആവശ്യം വന്നപ്പോഴോ മറ്റെന്തെങ്കിലും അനിവാര്യ കാരണത്താലോ ആയിരിക്കാം. ജൂതൻ പറയാ, ഈ വീടിന് 1000 ഉള്ളൂ, അപ്പുറത്തുള്ള അയൽവാസിയുടെ 1000 കൂട്ടിയാണ് ഞാൻ 2000 പറഞ്ഞത്. ഇന്നത്തെ കാലാണെങ്കിൽ 1000 ആണെങ്കിൽ 500-ന് വിറ്റൊഴിവാക്കി പോകുന്ന കാലല്ലേ. അയൽവാസിയെ കൊണ്ടുള്ള പ്രയാസങ്ങൾ മൂലം, ഉപദ്രവങ്ങൾ മൂലം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മഹുല്ലാഹ് പോലുള്ള മുൻഗാമികളുടെ മാതൃക സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ സൗഭാഗ്യങ്ങളായി എണ്ണിയ 4 കാര്യങ്ങളുണ്ട്. വ്യത്യസ്ത റിപ്പോർട്ടുണ്ട് 4 കാര്യങ്ങളിൽ. അതിലൊരു ഹദീസ് ഇങ്ങനെയാണ്, അർബഉ മിനസ് സആദ, ഒരു മനുഷ്യന്റെ സൗഭാഗ്യം 4 കാര്യങ്ങളാണ്. ഒന്നൽ മർഅത്തു സ്വാലിഹത്തായ ഭാര്യ, വൽ മസ്കനുൽ വാസിഅ, വിശാലതയുള്ള വീട്, അതുപോലെ തന്നെ വൽ ജാറു സ്വാലിഹ്, നല്ല അയൽവാസി, വൽ മർകബുൽ ഹനീ, ഇണങ്ങിയ വാഹനം. 4 കാര്യങ്ങളാണ്. അതിൽ മൂന്നാമതായി പറയുന്നത് നല്ല അയൽവാസി എന്നാണ്. ഒരു മനുഷ്യന്റെ സൗഭാഗ്യമാണ്. അയാൾ അവിടെ ഉണ്ടല്ലോ
എനിക്ക് നിർഭയമാണ്, എനിക്ക് പേടിക്കണ്ട. കാരണം ഞാൻ അവിടെ ഇല്ലെങ്കിലും എൻ്റെ അയൽവാസി അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പകരമാകും, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് അവർ കാവലാളാകും. പറയുമോ നമ്മളെക്കുറിച്ച്? നമ്മുടെ അയൽവാസികൾക്ക് അത്തരം ഒരു ചിന്ത നമ്മളെ കുറിച്ച് ഉണ്ടാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ അഗ്ലക ബാബഹു ദൂന ജാരിഹി മഖാഫതൻ അലാ അഹ്ലിഹി വമാലിഹി ഫലൈസ സാലിക ബിമുഅ്മിനിൻ. അയൽവാസിയെ പേടിച്ച് ആർക്കെങ്കിലും കതകടക്കേണ്ടി വരുന്നുവെങ്കിൽ, വാതിലടക്കേണ്ടി വരുന്നുവെങ്കിൽ നിങ്ങളാരും വിശ്വാസിയല്ല. നമ്മളെ കാണുമ്പോൾ പേടിച്ചിട്ടേ, അയൽവാസിയെ കാണുമ്പോൾ പേടിച്ചിട്ട് അവൻ വരുന്നുണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ടുള്ള ഉപദ്രവാണ് എന്ന് പറഞ്ഞ് പേടിച്ച് അവർ വാതിലടക്കുന്നുവെങ്കിൽ, ഗേറ്റ് അടക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വാസിയല്ല. ഫലൈസ സാലിക മുഅ്മിൻ, നിങ്ങൾ വിശ്വാസിയായിട്ടില്ല എന്നാണ്. എന്താണ് ഈ പറയുന്നത്? മറ്റൊരു ഹദീസിൽ റസൂലുള്ള 3 തവണയാണ് പറയുന്നത്, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. അയാൾ വിശ്വസിക്കുകയില്ല, അയാൾ വിശ്വാസിയായി തീർന്നിട്ടില്ല. ഖീല വമൻ യാ റസൂലല്ലാഹ്, ആരാണ് റസൂലേ ആ മനുഷ്യനെന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ റസൂലുള്ളാന്റെ മറുപടി, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാബികഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏതൊരാളുടെ ഉപദ്രവത്തിൽ നിന്നും തന്റെ അയൽവാസി നിർഭയനല്ലയോ അവൻ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ മൂലം പ്രയാസപ്പെടുന്ന ഒരാളും ഉണ്ടാകാൻ പാടില്ല എന്നാണ്, പ്രത്യേകിച്ച് അയൽവാസികൾ. ഈ ഹദീസുകൾ ഇങ്ങനെ നമ്മൾ കേൾക്കണം. നമ്മുടെ അയൽവാസികളുടെ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള തൊട്ടടുത്തുള്ളവരുടെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ, ഏതെങ്കിലും ഒരാൾ അവരോട് നമ്മളെക്കുറിച്ച് ചോദിച്ചാൽ എന്താണ് നമ്മളെക്കുറിച്ച് അവർ അഭിപ്രായം പറയാം? എന്തായിരിക്കും? നമ്മളെക്കുറിച്ചൊക്കെ പുറത്തൊക്കെ നല്ല അഭിപ്രായമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ തൊട്ടടുത്ത് അയൽ പ്രദേശത്ത് പോയി അല്ലെങ്കിൽ അയൽപക്കത്ത് പോയി നമ്മളെക്കുറിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ പേരെന്നെ അറിയില്ല ചിലപ്പോൾ, അല്ലേ? എന്തേ കാരണം? നമ്മളൊരു ബന്ധമില്ല, വർഷത്തിലൊരിക്കൽ പോകും, ചിലപ്പോ 1 മാസം ഉണ്ടാവും നാട്ടില്, അവരായിട്ടൊരു ബന്ധമില്ല. അതല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അയൽവാസികളോട് ചെയ്യുന്ന തിന്മകൾ മറ്റുള്ളവരോട് ചെയ്യുന്ന തിന്മകളെക്കാൾ അപകടവും ഗൗരവമുള്ളതാണ്. എന്താണ് ഈ പറഞ്ഞത്? അയൽവാസികളോട് നമ്മളൊരു തിന്മ ചെയ്താൽ അത് മറ്റുള്ളവരോട് ചെയ്യുന്ന തിന്മകളെക്കാൾ വലിയ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അയ്യു ദംബി അഅ്ലമു ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കൽ ഏറ്റവും ഗുരുതരമായ പാപമേതെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മറുപടി നൽകുകയാണ്, അത് ശിർക്കാണ്, അള്ളാഹുവിൽ സമന്മാരെ ഉണ്ടാക്കലാണ്. അതിനുശേഷം ഏതാണെന്ന് ചോദിക്കുമ്പോ ദാരിദ്ര്യം ഭയന്ന് സന്താനത്തെ കൊന്നുകളയലാണ്. മൂന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? സുമ്മ അയ്യു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ മൂന്നാമത്തെ ഗൗരവമേറിയ തിന്മ ഏതെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറുപടി, അൻതുസാനിയ ഹലീലത്ത ജാരിക, അയൽ വീട്ടിലെ സ്ത്രീയെ വ്യഭിചരിക്കലാണ്. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾക്കറിയാം വലിയ തിന്മയാണെന്ന് ഞങ്ങൾക്കറിയാം, വലിയ തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം. സിനയെ കുറിച്ച് ചോദിക്കുമ്പോ ഖാലു ഹറാമുൻ ഹറമഹുല്ലാഹു വറസൂലുഹു, അള്ളാഹുവും അവന്റെ പ്രവാചകനും ഹറാമാക്കിയ തിന്മയാണ്, ഹറാമാണ് സിന എന്നത്, വ്യഭിചാരം എന്നത്. റസൂലുള്ളാഹി സ്വഹാബത്തിനോട് ചോദിക്കാണ്, നിങ്ങൾക്ക് അറിയോ സിനയെ കുറിച്ച്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് അറിയാം റസൂലേ, താങ്കളും അല്ലാഹുവും ഹറാമാക്കിയതാണ്, അടുക്കരുത് എന്ന് പറഞ്ഞതാണ്. ഫഖാല, ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മറുപടി, ലി അൻ യസ്നിയ റജുലു ബിഅശ്രി നിസ്വത്തിൻ ഐസറു അലൈഹി മിൻ അൻ യസ്നിയ ബിംറഅത്തി ജാരിഹി, അയൽ വീട്ടിലെ സ്ത്രീയെ വ്യഭിചരിക്കുക എന്നത് 10 സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. വീണ്ടും റസൂലുള്ള ചോദിച്ചു, അനിസ്സരിക, എന്താണ് കളവിനെ കുറിച്ച്, മോഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം?
നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവിടെയും സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവും അവന്റെ പ്രവാചകനും ഹറാമാക്കിയ കാര്യമാണല്ലോ എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലി അൻ യസ്രിക മിൻ അശ്റതി അഹ്ലി അബിയാത്തിൻ ഐസറു അലൈഹി മിൻ അൻ യസ്രിക മിൻ ബൈതി ജാരിഹി. അയൽ വീട്ടിൽ നിന്നും മോഷണം നടത്തുക എന്നത് മറ്റു 10 വീട്ടിൽ മോഷണം നടത്തുന്നതിന് തുല്യമാണ്. എന്താണ് ഈ പറയുന്നത്? കാരണം അവർക്ക് നിർഭയരാവേണ്ടവർ, അവർക്ക് കാവലാളാവേണ്ടവർ, അവരെ സംരക്ഷിക്കേണ്ടവർ അവരോട് തിന്മ ചെയ്താൽ, മോശമായി പെരുമാറിയാൽ മറ്റുള്ളവരോട് ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അവരെ പരിഗണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, യാ അബാസർ ഇദാ തബഖത മറകതൻ ഫഅക്സിർ മാഅഹാ വതആഹദ് ജീറാനക. അബൂദർറേ, നിന്റെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ കറി ഉണ്ടാക്കിയാൽ നിന്റെ അയൽവാസിയെ കൂടി പരിഗണിക്കണം. ഫഅക്സിർ മാഅഹാ, അതിൽ ഒരൽപ്പം വെള്ളം ചേർത്തിട്ടെങ്കിലും, കൊടുക്കാനൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എന്നാലും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ അവർക്കും കൂടി കുറച്ച് കൊടുത്ത് അവരെ കൂടെ അതിൽ പങ്കാളികളാക്കണം. നമ്മൾ വീട്ടിലൊക്കെ വിരുന്ന് വെക്കുമ്പോഴേ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഉണ്ടാവും. ഞാനിപ്പോൾ ഒക്കെ പോയി കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ പെങ്ങന്മാരൊക്കെ നമ്മൾ വിളിക്കും, നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ ചിലപ്പോൾ വീട്ടിലേക്കൊക്കെ വിളിക്കും. നമ്മളെ മക്കളായിട്ട് അതുവരെ കളിച്ചവർ, എന്നും കളിക്കുന്നവർ, തൊട്ടടുത്ത വീട്ടിലെ കുട്ടികൾ ഒരുപക്ഷെ ഉച്ചവരെ നമ്മുടെ വീട്ടിലുണ്ടാകും. നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വരുന്നു, ബന്ധുക്കൾ വരുന്നു, നമ്മളൊരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ മക്കൾ അതുവരെ ഉണ്ടായിട്ട് തൊട്ടപ്പുറത്തേക്ക് അവരങ്ങോട്ട് പോവാ. അവരൊന്നും വിളിക്കുന്നില്ല, അവരെ ഒന്നും പരിഗണിക്കുന്നില്ല. വിളിച്ചിരുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരുപക്ഷെ അവർ വന്നുകൊള്ളണമെന്നൊന്നുമില്ല. നിങ്ങളായിക്കോ, നിങ്ങളെ ബന്ധുക്കളൊക്കെ വരുന്നില്ലേ എന്ന് പറയും. എങ്കിലും സഹോദരങ്ങളെ, കുറച്ച് അവർക്ക് കൂടി നമ്മൾ ഉണ്ടാക്കണം. ഏതായാലും 10 ആൾക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു 3 ആൾക്കും കൂടി കൂടുതൽ ഉണ്ടാക്കിയ പോരെ. തൊട്ടടുത്തേക്ക് എത്തിക്കണം, ആ മക്കൾക്ക് കൂടെ പരിഗണിക്കണം. അതൊക്കെ അയൽപക്ക ബന്ധം ശക്തമാക്കാൻ അത് കാരണമാകും. അയൽപക്ക ബന്ധത്തിന്റെ വിശാലതയെക്കുറിച്ച് മഹാന്മാരെണ്ണുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ വീടിന്റെ 4 ഭാഗത്തുള്ള 4 വീടിനെ മാത്രമല്ല, പക്ഷെ അത്രയെങ്കിലും പരിഗണിക്കണം. നമ്മൾ തൊട്ടടുത്തുള്ള ഏറ്റവും വേഗത്തിൽ പോയി വരുന്ന 4 വീടുകളെങ്കിലും നമ്മൾ പരിഗണിക്കണ്ടേ? ചില പണ്ഡിതന്മാർ പറഞ്ഞത്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ഇടപഴകേണ്ടതും ഒക്കെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള 40 വീടുകളായിട്ടാണെന്നാണ്. അങ്ങനെയൊക്കെ എണ്ണിയവരുണ്ട്. അതൊന്നും വേണ്ട, ഒരു 4 വീടെങ്കിലും, തൊട്ടടുത്തുള്ള ഒരു 4 വീടെങ്കിലും അവരെ ഒന്ന് പരിഗണിക്കാൻ, അവരെ ഒന്നറിയാൻ, അതിനൊക്കെ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. ഒരുപാട് ചരിത്രങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഇമാം അബൂ ദാവൂദും തുർമുദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആടിനറുത്ത് സദ്യ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നാണ്, നമ്മുടെ അയൽവാസിക്ക് കൊടുത്തില്ലേ? അദ്ദേഹത്തിന്റെ അയൽവാസി ഒരു ജൂതനായിരുന്നു. അയൽവാസിക്ക് കൊടുത്തില്ലേ? അങ്ങനെ അയൽവാസിക്ക് കൂടെ കൊടുത്തയച്ചിട്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവരുമായിട്ടുള്ള ഇടപാടുകൾ ഏറ്റവും നല്ല രൂപത്തിലാവണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണസമയത്ത് പോലും ജൂതന്റെ അടുത്ത് പടയങ്കി പണയത്തിന് വെച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ ഹദീസിൽ? തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ടല്ലേ രാത്രിയിൽ മരണത്തിന്റെ തലേ ദിവസം വിളക്ക് കത്തിക്കാനുള്ള എണ്ണ വാങ്ങിയത്? തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ടാ. നമ്മളൊക്കെ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. ഇന്നതൊന്നുമില്ല. പഞ്ചസാര ഇല്ലെങ്കിൽ വേഗം പോയിട്ട് ഒരു ഗ്ലാസ് പഞ്ചസാര. അരി വാങ്ങിയിരുന്നു പണ്ട്, അല്ലേ? ഉപ്പ് വാങ്ങിയിരുന്നു. ഇന്നതൊക്കെ വീട്ടിലുണ്ട്, വാങ്ങേണ്ടതില്ല. പക്ഷേ അതിലൂടെ, ആ വാങ്ങല് കൊടുക്കലിലൂടെ ഒരു ബന്ധം ശക്തമാവുകയായിരുന്നു. ഇന്ന് ചോദിക്കുന്നത് തന്നെ പേടിയാണ്. ചോദിക്കുമോ എന്ന പേടിയാണ്. ചോദിക്കുന്നവർക്ക് ഞാൻ എങ്ങനെ ചോദിക്കുമെന്ന പേടിയാണ്. അങ്ങനെയൊന്നുമല്ല. യഥാർത്ഥത്തിൽ ആ ബന്ധം സഹോദരങ്ങളെ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും അയൽവാസികൾക്ക് പ്രയാസമുണ്ടാക്കുന്ന വഴിമുടക്കികളായി നമ്മൾ മാറാൻ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അയൽവാസിക്ക് നേരെ ഒരു നന്മയും നിങ്ങൾ തടയരുത്. നോക്കൂ, നിങ്ങൾ ഹദീസിൽ കാണാൻ കഴിയും, അന്ത്യനാളിനെ കുറിച്ചാണ് പറയുന്നത്. എത്രയെത്ര അയൽവാസികളാണ്
എത്രയെത്ര മനുഷ്യന്മാരാണ് അയൽവാസികളാൽ ബന്ധിപ്പിക്കപ്പെട്ടവനായിട്ടുള്ളത്. ഖിയാമത്ത് നാളിൽ യാ റബ്ബി ഹാദാ അഗ്ലക ബാബഹു ദൂനി ഫമനഅ മഅറൂഫഹു. അയൽവാസി ഈ മനുഷ്യനെതിരായി നാളെ റബ്ബിന്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് റബ്ബിനോട് പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, ഇവനാണ് എന്റെ വാതിൽ, എന്റെ കവാടം, എന്റെ വഴിയടച്ചത്. പരാതി പറയുന്നതാണ് അയൽവാസി. നമ്മളൊരു വേലിയുണ്ടല്ലോ, ഒരല്പം ഇങ്ങോട്ട് തിരിച്ചാൽ മതി, പൈസ ഒക്കെ വേണമെങ്കിൽ അവർ തരും, എന്നാലും കൊടുക്കൂല ചിലവർ. വാശിയാണ്. അത് കൊടുത്തതിന്റെ പേരിൽ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാകൂല. ഇപ്പുറത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും, ഒരുപാട് പറമ്പുകൾ ഉണ്ടാവും. ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ വീട്ടിലേക്ക് ഒരു വാഹനം ഇങ്ങോട്ട് കയറിക്കോളും. അതിനവൻ പൈസ തരാൻ തയ്യാറാണ്, പക്ഷെ വാശിയാണ്, കൊടുക്കൂല. എന്റെ വീട്ടിലേക്ക് വരുന്നത് പോലെ അവന്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. അങ്ങനത്തെ ചിന്തയുള്ളവരൊക്കെ ഇന്നും സമൂഹത്തിലുണ്ട്. ഒരു മുസ്ലിം അത്തരത്തിലുണ്ടാകാൻ പാടില്ല എന്നാണ്. കാരണം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്കെതിരായിട്ട് പരാതി പറയും അവൻ. അള്ളാഹുവേ, എന്റെ വഴിയിൽ മുടക്കമായി, എന്നെ വഴിമുടക്കിയായി നിന്നത് അവനാണ് എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ പ്രയാസമായി തീരും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട് മോശമായ അയൽക്കാരിൽ നിന്നും. അഭയം തേടിയിരുന്നു പ്രവാചകൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി സൂഇ ഫീ ദാരിൽ മുഖാമ. അല്ലാഹുവേ, എൻ്റെ മോശമായ അയൽവാസിയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. അയൽവാസിയുടെ ഉപദ്രവം, അയൽവാസി മോശമാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, എന്നും പ്രശ്നമായിരിക്കുമല്ലോ. അത്തരം ഒരു പ്രയാസത്തിൽ നിന്നും അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ധാരാളം ഹദീസുകളുണ്ട് സഹോദരങ്ങളെ, കുറച്ചൊന്നല്ല. ഞാൻ അവസാനിപ്പിക്കാൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസുകൾ ഇത്രമാത്രം ഉള്ളത് കൊണ്ടായിരിക്കാം, ഇതിന്റെ ഗൗരവം ഇത്രമാത്രമായതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു പോയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ. അയൽവാസികളുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വസിയ്യത്ത് നൽകിക്കൊണ്ടേയിരുന്നു, ഉപദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. ഹത്താ, ഏതുവരെ എന്നറിയോ? ളനന്തു അന്നഹു സയുവരിസുഹു. അനന്തര സ്വത്ത് പോലും അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അനന്തര സ്വത്തിൽ ആര് അവകാശിയല്ല? അയൽവാസി ഇല്ലല്ലോ. പക്ഷേ എന്റെ അനന്തര സ്വത്ത് വീതം വെക്കുമ്പോ അതിലൊരു ഓഹരി അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ, അങ്ങനെ പോലും വഹി ഇറക്കപ്പെടുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അത്രയേറെ ഗൗരവം, പ്രാധാന്യം, കടമകൾ, ബാധ്യതകൾ എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചു തന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയണം സഹോദരങ്ങളെ, നമ്മുടെ അയൽവാസി ആരാവട്ടെ, അവ മുസ്ലിമോ അമുസ്ലിമോ ഒക്കെ ആവട്ടെ, മതത്തെക്കാളേറെ ആ വ്യക്തി ബന്ധത്തിന് പ്രാധാന്യം നൽകാൻ, അയൽപക്ക ബന്ധത്തിന് പ്രാധാന്യം നൽകാൻ, അവരോട് ഏറ്റവും നന്നായി പെരുമാറാൻ നമുക്ക് സാധിക്കണം. മതം നോക്കാതെ അയൽവാസിയോട് ഏറ്റവും നന്നായി പെരുമാറിയ മുൻഗാമികളുടെ ചരിത്രമാണ് നമ്മൾ നേരത്തെ കേട്ടത്. അവിടെയൊക്കെ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കേണ്ടതും അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമായിരിക്കണം. അടുത്ത തലമുറക്കത് പകർന്നു നൽകാൻ നമുക്കൊരു പക്ഷേ അയൽവാസികളോടുള്ള ബാധ്യതയും അവരോടുള്ള, ഇപ്പൊ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അയൽവാസികളോടൊക്കെ ചോദിക്കാറുണ്ട്, എന്താ വിശേഷം, അവർ നമ്മളോട് ചോദിക്കും, നമ്മൾ അവരോട് ചോദിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോഴേക്കും അടുത്തൊരു ടീം വരുമ്പോ ഇതില്ലാതെ പോകുന്നൊരു കാലം. ആ ഒരു കാലമാണ് പരസ്പരം അറിയാൻ, ചോദിക്കാൻ, വിവരങ്ങൾ അറിയാൻ. നിങ്ങൾക്കറിയാലോ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു കല്യാണം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ആരാ പന്തലിട്ടിരുന്നത്, ആരാ ചോറ് വിളമ്പിയിരുന്നത്, ആരാ അവിടെ ഓടി വന്നിരുന്നത്, അരി വൃത്തിയാക്കിയിരുന്നത് ആരാ? തലേ ദിവസം 1, 2, 3 ഒരാഴ്ച മുൻപ് ആ നാട്ടിലെ എല്ലാ സ്ത്രീകളും വീട്ടിൽ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? ഇന്നുണ്ടോ? അതൊക്കെ മാറിയില്ലേ? അടുത്ത തലമുറക്ക് സഹോദരങ്ങളെ, അയൽപക്ക ബന്ധത്തിന്റെ പ്രാധാന്യവും അയൽവാസികളോടുള്ള ബാധ്യതകളെ കുറിച്ചൊക്കെ നമ്മൾ അറിയിച്ചു കൊടുക്കണം, നമ്മുടെ മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുമ്പോൾ അവർക്കും കൂടി നമ്മുടെ മക്കളുടെ കയ്യിലോട് കൊടുത്താച്ചോ, അവരറിയട്ടെ. എന്തിനാ ഉപ്പ, എന്തിനാ ഉമ്മ എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയണം, അവർ നമ്മുടെ അയൽക്കാരാണ് എന്ന് പറഞ്ഞു മക്കൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ഏറ്റവും നല്ല അയൽക്കാരനായി മാറാൻ
നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുകയും അത് മുഖേന അള്ളാഹുവിങ്കിൽ പ്രതിഫലം നേടുകയും ചെയ്യുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, അള്ളാഹുവേ നീ അവർക്ക് സ്വർഗം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളിലും ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. അള്ളാഹുവേ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരണപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഇണകളെയും മാതാപിതാക്കളെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.